നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നീ എന്താ ഇവിടെ? എനിക്കും അതന്നെ ചോദിക്കാനുള്ളത്. എന്താ ഇവിടെ? പക്ഷെ എന്നെ സഹായിക്കാനാണ് അങ്ങനെ ചെയ്തതെന്ന് എനിക്ക് മനസ്സിലായില്ല. അയ്യോ, ശേഖരേട്ടനോട് പറയാതെ ഞാൻ പോകുന്നത്. ശരിമ്മ, അകത്ത് റൂമിൽ പോയി നിന്നു. ശരി. ഋതുമോളെ, സുഖമല്ലേ? അതെ ചെറിയച്ച. ഋതുമോളും രാജുവും അച്ഛനും അമ്മയൊക്കെ വന്നിരുന്നു എന്ന് യാമിനി പറഞ്ഞിരുന്നു. എല്ലാം അവള് പറഞ്ഞിരുന്നു. പൂജയ്ക്ക് ക്ഷണിക്കാൻ വന്നതും എല്ലാവരെയും ഏട്ടനും അമ്പികച്ച് അപമാനിച്ചതും എല്ലാം. ഏട്ടന് വേണ്ടി ഞാൻ നിങ്ങളോട് എല്ലാവരോടും മാപ്പ് ചോദിക്കുക. സർ, ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. തെറ്റെല്ലാം ഞങ്ങളുടെ ഭാഗത്ത് തന്നെയാ. വലിയൊരു തെറ്റ് ചെയ്തിട്ട് പിറ്റേ ദിവസം തന്നെ അവിടെ കയറി വരാൻ പാടില്ലായിരുന്നു. അതുകൊണ്ട് സാറ് ഞങ്ങളോട് മാപ്പ് ചോദിക്കരുത്. രാജു, നീ നല്ലവനാ. നിന്നെപ്പോലുള്ള ഒരാളെ ഇഷ്ടപ്പെട്ടതിൽ ഹൃദയെ ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. അവൾക്ക് കിട്ടിയ ഏറ്റവും അനുയോജ്യനായ ഒരാള് നീ തന്നെയാ. ഒന്നും മാത്രമേ എനിക്ക് പറയാനുള്ളൂ. രാജു ഹൃതിക മോളെ നന്നായി നോക്കണം. ഒന്നിനും ഒരു കുറവുമില്ലാതെ നോക്കണം. എന്താവശ്യത്തിനും ഏത് പാതിരാത്രിയിലും രാജുൻ എന്നെ വിളിക്കാം. എന്ത് സഹായം വേണമെങ്കിലും ഞാൻ ചെയ്തുതരാം. അല്ല, പൂജ തുടങ്ങിയായിരുന്നോ? ആ, തുടങ്ങുന്നേ ഉള്ളൂ. നീ എന്താ ഇവിടെ? എനിക്കും അതന്നെ ചോദിക്കാനുള്ളത്. എന്താ ഇവിടെ? ഞാൻ ഋതുമോളെ കാണാൻ വന്നതാ. ഞാനും അതിന് തന്നെയാ വന്നത്. സത്യം പറഞ്ഞ ഋതുവിന്റെ വല്ലാത്തൊരവസ്ഥയാ. എന്ത് രാജകീയമായി ജീവിക്കേണ്ട കുട്ടിയാ. ഇപ്പൊ കണ്ടില്ലേ ഏതവസ്ഥയിലാണെന്ന്. അങ്ങനെ ചിന്തിക്കല്ലേ യാമിനി. സാമ്പത്തികമായി കുറച്ച് പിന്നോട്ടാണെന്നേ ഉള്ളൂ. ഇവിടെയുള്ള എല്ലാവരുടെയും മനസ്സ് നല്ലതാ. അവക്ക് നല്ലൊരു ജീവിതം തന്നെ കിട്ടിയിരിക്കുന്നത്. അല്ല, ശേഖരട്ടൻ പൂജയെ പങ്കെടുക്കാൻ വന്നല്ലേ? പിന്നെന്താ ഇങ്ങോട്ട് കയറി വന്നത്? നീയും പൂജയെ പങ്കെടുക്കാൻ വന്നതല്ലേ? എന്നിട്ട് പിന്നെ എന്തിനാ ഇവിടെ വിളിച്ചിരിക്കുന്നത്? അത് ശേഖരട്ടനെ കണ്ടിട്ട്. അതുപോലെ തന്നെയാ ഞാനും വിളിക്കാൻ വന്നത്. അംബിക ചേച്ചി കണ്ടിട്ട്. അംബിക ചേച്ചി വന്നോ? വന്നു. ഇനിയിപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഒന്നും ചെയ്യാനില്ല, ഇവിടെ ഇരിക്കണം. ഋതു, ഞാൻ താമസിച്ചില്ലല്ലോ മോളെ. പൂജ തുടങ്ങിയില്ലല്ലോ. ആ, ഞാൻ കുറച്ചുകൂടെ നേരത്തെ എത്തിയേനെ. കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ ആദ്യമായിട്ട് മോളെ കാണാൻ ഇങ്ങോട്ട് വരുന്നതല്ലേ. ആ, അപ്പോ വെറും കൈയോടെ എങ്ങനെയാ ഇങ്ങോട്ട് വരുന്നത്? അതുകൊണ്ട് വീട്ടിലേക്ക് വേണ്ട അത്യാവശ്യ സാധനങ്ങളും പാത്രങ്ങളും ഒക്കെ വാങ്ങാൻ പോയി. അതാ താമസിച്ചത്. ദേ, ഇതെല്ലാം മോക്കുള്ളതാ. ബാക്കിയുടെ പോയി എടുത്തിട്ട് വാടാ. ഇതൊന്നും വേണ്ട. ഇവിടത്തേക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം
ഇവിടെ തന്നെയുണ്ട്. എനിക്ക് ഉപയോഗിക്കാൻ അത് മതി. അയ്യോ മോളെ, അങ്ങനെ പറയല്ലേ. പാത്രങ്ങളിലൊക്കെ ഞാൻ മോളുടെ പേര് വരെ കൊത്തി വെച്ചേക്കുവാ. സത്യമായിട്ടും വേണ്ടാഞ്ഞിട്ട്. ആ, എനിക്കറിയാം മോക്ക് എന്നോട് നല്ല ദേഷ്യമാണെന്ന്. നിങ്ങളൊക്കെ വീട്ടിൽ വന്നപ്പോഴേ ഞാൻ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു. അതൊന്നും ഞാൻ എന്റെ മനസ്സിൽ നിന്ന് പറഞ്ഞതല്ല. പ്രതാപം കേൾക്കാൻ വേണ്ടിയേ മനഃപൂർവ്വം പറഞ്ഞതാ. അല്ലാതെ മോളോട് എനിക്കെന്തിനാ ദേഷ്യം? അപ്പൊ ഞാനങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിലേ പ്രതാപം കരുതിയനെ ഞാനും നിങ്ങളുടെ സൈഡിലായിട്ട് പ്രതാപനെ ഒറ്റപ്പെടുത്തിയെന്ന്. എന്തൊക്കെയായാലും അവൻ എന്റെ അനിയനല്ലേ. അവനെ ഞാൻ വിഷമിപ്പിക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ടാ ഞാൻ അങ്ങനെ സംസാരിച്ചത്. അതിനെപ്പറ്റി ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ നിങ്ങളുടെയൊക്കെ കണ്ണിൽ ഒരു തെറ്റ് ചെയ്തു. അതിനെന്നെ വഴക്ക് പറയാനും അടിക്കാനും ഒക്കെയുള്ള അവകാശവും അധികാരവും നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. അത് മാത്രമേ അച്ഛനും അമ്മായിയും ചെറിയമ്മയും എന്നോട് ചെയ്തുള്ളൂ. ഞാൻ അതുകൊണ്ടല്ല ഇതൊന്നും വേണ്ടെന്ന് പറഞ്ഞത്. ശരിക്കും ഇവിടെ ആവശ്യമില്ലാത്തത് കൊണ്ടാ. ശരി, എനിക്ക് മനസ്സിലായി. മോള് പറഞ്ഞതിലും കാര്യമുണ്ട്. ദേ, ഇതെല്ലാം കാറി കൊണ്ടുവച്ചിട്ട് കാർ ഒതുക്കി ഇട്ടേക്ക്. ശരി മാഡം. ഇനിയും നിങ്ങൾ സംസാരിച്ചു നിന്നാലേ ശുഭമുഹൂർത്തം കഴിഞ്ഞു പോകും. പൂജ ഉടനെ തുടങ്ങണം. അയ്യോ, സംസാരിച്ചു നിന്ന് സമയം അങ്ങ് പോയി. തിരുമേനി പൂജ തുടങ്ങിക്കോളൂ. ആ, എങ്കിൽ വധൂവരന്മാരും കൊണ്ടിരുന്നോളൂ. ആദ്യം ഒരുത്തി വന്നു, പിന്നെ വൃത്തം വന്നു, പിന്നെ ഒരുത്തി വന്നു. ഇനി ഏതവനാടി വരുന്നത്? ഒന്ന് മിണ്ടായിരിക്കും ചേട്ടാ. അല്ല, സ്കൂള് വിട്ട കണക്കെ ഓരോരുത്തർ കയറി വരുന്നുണ്ട് പറഞ്ഞു പോയത്. ഇനി വധുവും വരനും പൂജാമുറിയിൽ പോയി നിലവിളക്ക് കൊളുത്തി വരണം. രാജു, നമ്മള് പൂജാമുറി പോയി വിളക്ക് കത്തിച്ച് കൊണ്ടു ചെല്ലണമെന്നല്ലേ പറഞ്ഞത്? മാഡം, നമ്മൾ ഈ ചെയ്യുന്നത് ശരിയല്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.